65 ദശലക്ഷം വർഷങ്ങളോളം ഡയനോസറുകൾ ഭൂമിയിൽ അലഞ്ഞു നടന്നു. ട്രയാസിക് കാലഘട്ടത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട അവർ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം വരെ ഭൂമിയിലെ പ്രധാന ജന്തുക്കളായിരുന്നു. എന്നാൽ ഡയനോസറുകൾ ഒരിക്കലും വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ വൻ ഉരഗങ്ങൾ ഇന്നും നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെയായിരുന്നേനെ? നമുക്ക് കണ്ടെത്താം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ അത്ഭുതങ്ങളും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളും ഒരുമിച്ച് പര്യവേക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ചേരൂ. ഡയനോസറുകൾ വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ നമുക്ക് നായ്ക്കൾക്ക് പകരം വൻ ഉരഗങ്ങൾ വളർത്തുമൃഗങ്ങളായി ഉണ്ടാകുമായിരുന്നു. നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് 6 മൈൽ വീതിയുള്ള ഒരു ഉൽക്ക യുക്കാട്ടാൻ പെനിൻസുലയ്ക്ക് സമീപം ഭൂമിയിലിടിച്ചു. ഇത് ഭൂമിയിലെ 75% സസ്യജന്തുവർഗ്ഗങ്ങളുടെയും ഡയനോസറുകളുടെയും വംശനാശത്തിന് കാരണമായി. എന്നാൽ ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഉൽക്ക ഇടിച്ചില്ലെങ്കിലും ഡയനോസറുകളുടെ ആധിപത്യം ഉടൻ അവസാനിച്ചേനെ എന്നാണ്. ഉൽക്കാപതനം അവരുടെ നാശത്തെ ത്വരിതപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ സസ്തനികൾ ഉരഗങ്ങളെ മറികടക്കാൻ തുടങ്ങിയിരുന്നു. അവസാനം സസ്തനികൾ വൈവിധ്യവൽക്കരിക്കപ്പെട്ട് ഭൂമിയിലെ പ്രധാന ജന്തുക്കളായി മാറുകയായിരുന്നു. അതിനാൽ നായ്ക്കൾക്ക് പകരം വൻ ഉരഗങ്ങളും പൂച്ചകൾക്ക് പകരം വൻ പക്ഷികളും നമുക്ക് വളർത്തുമൃഗങ്ങളായി ഉണ്ടാകുമായിരുന്നു. ഉൽക്കാപതനമാണ് പക്ഷികൾ ഡൈനോസറുകളിൽ നിന്ന് പരിണമിച്ചതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തവത്തിൽ പക്ഷികൾ ഡൈനോസറുകളിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഏക വംശമാണ്. പതനത്തിന് ശേഷം തെറോപോഡ് എന്നറിയപ്പെടുന്ന ചെറിയ പക്ഷി സദൃശ ഡൈനോസറുകൾ അതിജീവിച്ച് ആധുനിക പക്ഷികൾക്ക് ജന്മം നൽകി. ഒരു സിദ്ധാന്തമനുസരിച്ച് വെലോസിറാപ്റ്റർ ഉൾപ്പെടുന്ന മനിറാപ്റ്റോറൻ എന്ന തെറോപോഡ് വിഭാഗത്തിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചത്. മറ്റൊരു സിദ്ധാന്തം ഓർണിത്തോമിമസ് പോലുള്ള ഓസ്ട്രിച്ചിനോട് സാമ്യമുള്ള ഓർണിത്തോമിമിഡ് വിഭാഗത്തിൽ നിന്നാണ് പക്ഷികൾ ഉത്ഭവിച്ചതെന്നാണ്. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ട്രൂഡോൺ ഉൾപ്പെടുന്ന ട്രോഡോൺഡിഡ് വിഭാഗത്തിൽ നിന്നാണ് പക്ഷികൾ വന്നതെന്നാണ്. ട്രൂഡോൺ ഏകദേശം 2 അടി ഉയരവും 220 പൗണ്ട് ഭാരവുമുള്ളവനായിരുന്നു. അവന് താരതമ്യേന വലിയ തലച്ചോറുണ്ടായിരുന്നു. അവസാന ട്രോഡോൺഡിഡുകളിൽ ഒന്നായിരുന്നു അവൻ. പക്ഷികൾ ഡൈനോസറുകളിൽ നിന്ന് പരിണമിക്കാതിരുന്നെങ്കിൽ, ഡൈനോസറുകൾ വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ നമ്മുടെ ലോകം ഇന്ന് എങ്ങനെയായിരുന്നേനെ? ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ഡൈനോസറുകൾ വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ അവ ഇന്നും നിലനിൽക്കുമായിരുന്നു എന്നാണ്. എന്നാൽ അവ അവരുടെ പൂർവികരെ പോലെയാകില്ല. സസ്തനികളും മറ്റ് ജന്തുക്കളും പോലെ ഡൈനോസറുകളും പരിണമിച്ച് അവരുടെ പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടേനെ. ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഉൽക്ക ഭൂമിയിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ടൈറനോസോറസ് റെക്സ് ചെറിയ വിഭാഗങ്ങളായി പരിണമിച്ചേനെ. വലിയ ജന്തുക്കൾക്ക് ജീവിക്കാൻ ധാരാളം ഭക്ഷണം ആവശ്യമാണ്. ഉൽക്ക ഭൂമിയിൽ ഇടിച്ചപ്പോൾ മിക്ക സസ്യങ്ങളും നശിച്ചു. ഇത് സസ്യഭോജികളായ ഡൈനോസറുകളെയും അവയെ ഭക്ഷിക്കുന്ന ഡൈനോസറുകളെയും നശിപ്പിച്ചു. ചുരുക്കത്തിൽ ഉൽക്ക ഭക്ഷ്യശൃംഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. അതിനാൽ ഉൽക്ക ഇടിച്ചില്ലായിരുന്നെങ്കിൽ ലഭ്യമായ ഭക്ഷണത്തിന് അനുസൃതമായി ടീറെക്സ് ചെറിയ വിഭാഗങ്ങളായി പരിണമിച്ചേനെ. കൂടാതെ ചെറിയ വലിപ്പം അവർക്ക് ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിച്ചേനെ. ചെറുതായിരിക്കുന്നത് അവർക്ക് വേഗത്തിൽ തണുപ്പിക്കാൻ കഴിയുമായിരുന്നു. വലിയ ശരീരങ്ങൾ കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുകയും തണുപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുമായിരുന്നു. 1980-ൽ യുക്കാട്ടൻ പെനിൻസുലയിൽ ഉൽക്കാപതന സ്ഥലം കണ്ടെത്തിയതിനു ശേഷം പതനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് പതനം വൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് കാരണമായി. ഇത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനും ഡൈനോസറുകളുടെ വംശനാശത്തിനും വഴിയൊരുക്കി. മറ്റു ചിലർ പറയുന്നത് പതനം താപനിലയിൽ വേഗത്തിലുള്ള വർധനവിന് കാരണമായി. ഇത് പല വിഭാഗങ്ങളുടെയും വംശനാശത്തിന് വഴിയൊരുക്കി. എന്നാൽ ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉൽക്കാപതനമാണ് വംശനാശത്തിന് പ്രധാന കാരണം എന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരു ചെറിയ പങ്ക് മാത്രമാണ് വഹിച്ചതെന്നുമാണ്. എന്നാൽ ഉൽക്കാപതനം മിക്ക ഡൈനോസറുകളെയും നശിപ്പിച്ചു. സസ്തനികൾക്ക് വളരാനും തിമിംഗലങ്ങൾ, ആനകൾ, പ്രൈമേറ്റുകൾ തുടങ്ങിയ വലിയ വിഭാഗങ്ങൾക്ക് ജന്മം നൽകാനും അവസരം നൽകി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡൈനോസറുകൾ വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ അവർ ഇപ്പോഴും ഭൂമിയിൽ ആധിപത്യം പുലർത്തുമായിരുന്നോ? അതോ സസ്തനികൾ ഒടുവിൽ ആധിപത്യം ഏറ്റെടുക്കുമായിരുന്നോ? നിങ്ങളുടെ ചിന്തകൾ കമൻറ്റുകളിൽ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. കാലത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഭാവിയിൽ കൂടുതൽ രസകരമായ ഉള്ളടക്കവുമായി ഞങ്ങൾ വീണ്ടും വരും.